എന്തൊക്കെയാ നിധി ഇത്? എന്ത് റിസ്ക്കുള്ള പരിപാടിയാണ് ഇതൊക്കെയെന്ന് അറിയൂ നിനക്ക്? ആ ഹരീന്ദ്രനെ എങ്ങാനും CKC അയാളുടെ വീട്ടിലിട്ട് പിടിച്ചിരുന്നെങ്കിൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയോ? ഇപ്പൊ ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഗൗതം. എങ്ങനെയും ഗൗതമിനെ പുറത്തു കൊണ്ടുവരണം. അതിനപ്പുറം എന്റെ മുൻപിൽ ഒന്നുമില്ല. പവിത്രനെ പൂട്ടിയിട്ടത് CKCയുടെ വീട്ടിൽ തന്നെയാണെന്നുള്ളത് ഉറപ്പാണ് ഗൗതം. പക്ഷെ ഹരീന്ദ്രൻ ആ വീട്ടിലെങ്ങും പവിത്രനെ കണ്ടെത്താനും ആയില്ല. ഒരുപക്ഷെ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്ന വിവരം CKC മണത്തറിഞ്ഞിട്ടുണ്ടാവണം. അവനെ അവിടെ നിന്ന് നേരത്തെ തന്നെ മാറ്റിയും കാണും. അതിനെക്കുറിച്ച് അറിയില്ല. മാത്രമല്ല, ഇങ്ങനൊരു നാടകം നമ്മൾ കളിക്കുമെന്ന് CKC നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ഇൻകം ടാക്സ് റെയ്ഡാണെന്ന് അറിയുമ്പോൾ ജ്യോതിർമയെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. CKC അത് വിളിച്ചു ചോദിച്ച് ഫേക്ക് ആണെന്ന് കൺഫേം ചെയ്യേണ്ട കാര്യമില്ല. പ്രണവിനെയും ഗൗതമിനെയും ഒരുപോലെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴിയായിരുന്നു പവിത്രൻ. ആ വഴി ഇപ്പോ CKC ആയിട്ട് തന്നെ അടച്ചു കളഞ്ഞു. എന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കാണ്. ഇനി കോടതി ചേരുമ്പോ ഞാൻ കുറ്റക്കാരനാണെന്ന് തന്നെ വിധിക്കും. ചെറിയ ശിക്ഷയൊന്നും ആയിരിക്കില്ല. ഒരു ജീവപര്യന്തം തന്നെ ഏകദേശം ഉറപ്പായി. ഗൗതം ടെൻഷൻ ആവാതിരിക്കെ. പ്രതീക്ഷ കൈവിടണ്ട. ഇപ്പോഴും പവിത്രനുള്ളത് CKCയുടെ കയ്യിലാണെന്നുള്ള കാര്യം ഉറപ്പാ. ആ പവിത്രനിലൂടെ മാത്രമേ നമുക്ക് പ്രണവിലേക്ക് എത്താൻ പറ്റൂ. പക്ഷേ പവിത്രനെ ഇനി നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? ഓഫീസ് ക്യാബിനിലിരുന്ന് CKC ആരോടെങ്കിലും പ്രണവിനെയും പവിത്രനെയും എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി എനിക്ക് പ്രതീക്ഷയുള്ളത് അതിൽ മാത്രം. CKCയുടെ ക്യാബിനിൽ ഫ്ലവർ വേസിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ മൈക്ക്. അതിൽ നിന്ന് എനിക്കൊരു വിവരം കിട്ടാതിരിക്കില്ല ഗൗതം, ഉറപ്പ്. ആഹാ, പുതിയ അലമാരയൊക്കെ വാങ്ങിയോ? ഇതെപ്പോ? പുഷ്പേച്ചി, പിന്നെ എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു കോഫി ഇട്ട് തരുമോ? വല്ലാത്ത തലവേദന. മാഡം തന്നെ നേരത്തെ വന്ന്? പുതിയ പ്രോജക്റ്റിന്റെ വർക്ക് നടക്കല്ലേ, വീട്ടിൽ കൊണ്ടുപോയിട്ടും തലവേദന കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ രാവിലെ നേരത്തെ ഇറങ്ങി. തലവേദനയുടെ ടാബ്ലറ്റ് വല്ലതും വാങ്ങണോ? ഒന്നും വേണ്ട, എനിക്കൊരു കോഫി കിട്ടിയാൽ മതി. ഞാൻ ക്യാബിനിലേക്ക് പോട്ടെ? മാഡം വയ്ക്കോ, ഞാൻ ഇപ്പൊ ഇട്ടോണ്ട് വരാം. ഇവിടെ ക്ലീൻ ചെയ്തിട്ടാലും മതി. ഞാൻ ക്യാബിനിലേക്ക് പൊക്കോട്ടെ? ശരി. ആരായിരിക്കും അത്? ഞാൻ ഇതിനകത്തുള്ള കാര്യം അവരെങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണമല്ലോ. നിധിമോളെ, നിധി എന്നല്ലേ ആ സ്ത്രീ പറഞ്ഞത്? ഞാൻ വന്ന് CKCയുടെ ക്യാബിൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. ആ CKC എത്താൻ സമയമായില്ലല്ലോ. CKC ഇപ്പോഴെങ്ങും എത്തില്ല. ക്ലീനിങ് സ്റ്റാഫുകളും കിച്ചൺ സ്റ്റാഫുകളൊക്കെ ആദ്യം വരുന്നത്. ഇന്ന് പക്ഷേ ഇവിടുത്തെ സൂപ്പർവൈസർ മാഡം നേരത്തെ എത്തിയിട്ടുണ്ട്. വേറെ ആരുമില്ല. ആന്റി, എന്തായാലും ആ CKCയുടെ മേലൊരു കണ്ണു വേണം. ആരൊക്കെ അയാളെ കാണാൻ വരുന്നുണ്ടെന്നൊന്ന് ശ്രദ്ധിച്ചോണം. അത് നിധി പറഞ്ഞിട്ട് വേണോ ചെയ്യാൻ? CKCയുടെ ഓരോ നീക്കങ്ങളും കണ്ടുപിടിക്കാനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. അത് മാത്രമല്ലല്ലോ മോളെ, മോള് വെച്ച മൈക്ക് ഇവിടുത്തെ ഫ്ലവർ വേസിൽ ഇരിപ്പുണ്ടല്ലോ. അയാൾ ഇവിടെ ഇരുന്ന് ആരോടെങ്കിലും ഫോൺ ചെയ്ത് എന്ത് സംസാരിച്ചാലും മോക്കതറിയാൻ പറ്റുമല്ലോ. ആ പവിത്രനെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അയാൾ ആരെങ്കിലും വിളിച്ച് പറയാതിരിക്കില്ല. പവിത്രനെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രണവ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. ഒരുപക്ഷെ ഫോണുമായി CKC ക്യാബിന് പുറത്തെങ്ങാനും ഇറങ്ങിപ്പോയാല് പഴയതുപോലെ ആന്റിയും പുറകെ പൊയ്ക്കോണം. ഇനി നമുക്ക് സമയമില്ല. കോടതി തന്ന കാലാവധി കഴിയാറായി, അറിയാലോ.
നമ്മളെ എല്ലാ വഴിക്കും അന്വേഷിക്കണം നിർമ്മലേ. അതുകൊണ്ടാ നിന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചത്. പാറു, നീ ധൈര്യമായിട്ടിരിക്കേ. ആ, ഇന്ന് നമ്മൾ പവിത്രൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കും. ശരി മോളെ, എന്തുണ്ടെങ്കിലും ഞാൻ വിളിച്ചോളാം. ഞാൻ ചെന്ന സൂപ്പർവൈസർ മാഡത്തിന് കോഫി ഇട്ട് കൊടുക്കട്ടെ. ശരി. കടുവയെ പിടിക്കുന്ന കിടുവയും. ഞാനേ ഒരു ക്രിമിനല. ആ എന്റെ സംഭാഷണം പകർത്താൻ എന്റെ ക്യാബിനില് മൈക്ക് കൊണ്ടുവച്ചിരിക്കും. ഇത് വെച്ച് തന്നെ നിനക്ക് ഞാനൊരു പണി തരാൻ പോവാ. ഹലോ. ഡാ ബോബി, നീ എവിടെയുണ്ട്? എന്താ സാറേ? ബോബി, നീ ഇപ്പൊ എവിടെയുണ്ടെന്ന് പറ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് സാറേ. പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല സാറേ. ഒരു അരമണിക്കൂറിനകം വേളി വരെ എത്താൻ പറ്റുന്ന ദൂരത്തിലാണോ നീ? ഇവിടുന്ന് അരമണിക്കൂറൊന്നും വേണ്ട, ഒരു 15 മിനിറ്റ്. എവിടുന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കോളാം. എന്താ സാറേ, പണി വല്ലതും ഉണ്ടോ? ആ, ഒരു ചെറിയ പണിയുണ്ട്. കൂട്ടിന് വേണമെങ്കിൽ ഒരാളെ കൂടി കൂട്ടിക്കോ. ആ, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്യാം. എന്താ പരിപാടി, അത് പറഞ്ഞാൽ മതി. നിനക്ക് വേളിയിലുള്ള എന്റെ വലിയ പ്രോപ്പർട്ടി അറിയോ? CKC ഇല്ല. പിന്നെ ഞാൻ എത്ര തവണ അവിടെ വന്നിട്ടുണ്ട്, സാറിന് ഓർമ്മയില്ലേ? ഓർമ്മയുള്ളത് കൊണ്ടാണല്ലോ നിന്നെ തന്നെ വിളിച്ചത്. നീ ഒരു കാര്യം ചെയ്യും, ഒരാളെയും കൂടി കൂട്ടി നേരെ അങ്ങോട്ട് വാ. ഓ. അവിടെ നിധി എന്നും പറഞ്ഞൊരുത്തി വരും. അവളുടെ ഫോട്ടോ ഞാൻ നിനക്ക് സെൻഡ് ചെയ്ത് തരാം. അവളെ ഏതെങ്കിലും വിധത്തില് ആ വീട്ടിനകത്ത് കയറ്റണം. എന്നിട്ട് കിഡ്നാപ്പിംഗ് ആണ് സാറേ? നീ പറയുന്ന അങ്ങ് കേൾക്കാദ്യം. വലിയ ദേഹോപദ്രവമൊന്നും വേണ്ട. ഡോറ് തുറന്നിട്ട് കൊടുത്താൽ മതി, അവളങ്ങ് കയറി വന്നോളും. നമ്മുടെ മുകളിലത്തെ നിലയിലെ റൈറ്റ് സൈഡിലെ റൂമില്ലേ, ആ റൂമിനകത്ത് അവളെ ഇട്ടങ്ങ് പൂട്ടണം.